അഖിൽമാരാര് ഇപ്പോ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ടോപ്പിക് എടുത്തു, അതിന് സിബിൻ ഒരു കാരണമായി. അല്ലാതെ സിബിൻ ഇറങ്ങിയത് കൊണ്ടാണോ അഖിൽ ഈ ലൈവ് ഇട്ടത്, അല്ലെങ്കിൽ ലൈവ് ഇടാൻ നിന്നപ്പോൾ സിബിൻ ഇറങ്ങിയ ഒരു അവസരം കിട്ടി എന്നാണ് പറയുന്നത്? സിബിന് ഇപ്പൊ അതൊരു അവസരമായി. ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലെ വിവാദങ്ങൾ പ്രതികരിക്കുന്നവരൊരു അവസരം നോക്കിയിരിക്കായിരിക്കും. ആ അവസരം കിട്ടുമ്പോ അവരെന്താ അവരൽക്കും, അവർക്ക് പറയാനുള്ളത് അവര് പറയും. ഇപ്പൊ സിബിന്റെ ഒരു കാര്യം എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിൻ നല്ലൊരു മത്സരാർത്ഥിയൊക്കെ ആയിരുന്നു. പക്ഷെ സിബിൻ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് തളർന്നു പോയ സാഹചര്യത്തില് സിബിനെ സമാധാനിപ്പിക്കാൻ അവിടെ ആരും ഉണ്ടായതായിട്ട് കണ്ടില്ല. സിബിൻ അവിടെ ഒറ്റപ്പെട്ടു. അല്ലെങ്കിൽ ലാലേട്ടനടക്കം അയാൾ ചെയ്തൊരു മോശം പ്രവർത്തിക്കെതിരെ ചോദ്യം ചെയ്തു. അത് ആ ഒരു ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരായാലും തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവരത് ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഒരു മോശം കാണിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. അപ്പൊ മാനസികമായിട്ട് അപ്പൊ ബിഗ് ബോസ് ചിലപ്പോ മൈൻഡ് ഗെയിം കളിച്ചിരിക്കാം, പ്രൊവോക്ക് ചെയ്തിരിക്കാം, സിബിനെ പ്രൊവോക്ക് ചെയ്തിരിക്കാം. അപ്പൊ ആ ഒരു പ്രൊവോക്കേഷൻ എല്ലാം മറികടന്നിട്ട് ജയിക്കേണ്ട ഒരു സർവൈവൽ ഗെയിമാണ്. ഈ ഗെയിമിൽ എല്ലാവരും വിജയിച്ചു എന്ന് വരില്ല. പക്ഷെ സിബിൻ ഇവിടെ പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം മാറ്റി പറയാണ്, ഞാൻ ഷോയിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം സിബിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ ഇനി ഇവിടെ തുടർന്ന് നിന്നാൽ ബോസെ എന്നെ ഇവിടെ ഇറക്കി വിടൂ, ഞാൻ ഇനി ഇവിടെ തുറന്നു കിടന്ന എന്റെ സാധനങ്ങളൊക്കെ ഞാൻ തല്ലിപ്പൊളിക്കും, ഞാൻ ഇവിടുത്തെ മത്സരാർത്ഥികളെ ചിലപ്പോൾ ആക്രമിക്കും, ഇവിടെ ഞാൻ ചിലപ്പോൾ ഇല്ലീഗൽ വയലന്റ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ എന്ന് അഭ്യർത്ഥിച്ച ഒരാളെ പുറത്താക്കുക എന്നല്ലാതെ എന്താണ് ചാനൽ ചെയ്യേണ്ടത്? സിബിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ വന്നു. അപ്പൊ ഇനി സിബിൻ എന്തെങ്കിലും വയലൻസ് കാണിച്ചാലോ എന്നുള്ളൊരു ഒപ്പീനിയൻ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോ പുറത്തായി. പിന്നെ പുറത്ത് വന്നപ്പോ റോങ് ആയിട്ട് പറയരുത് എന്ന് പറയുന്നത്, ഇപ്പൊ ചാനലിനെ റോങ് ആയിട്ട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി എന്നാ പറയണേ. ഇപ്പൊ ഞാൻ പുറത്തായ സമയത്ത് എന്നെ വിളിച്ചിട്ട് റോങ് ആയിട്ട് പറയുന്നത് സ്ഥാപനത്തിനെതിരെ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് സാറേ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇമ്മച്വർ ആയിട്ട് റിയാക്ട് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് അവരുടെ ഒരു റൂളാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവും, ഇങ്ങനെ പറയരുത് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് എല്ലാവരോടും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞതിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യമില്ല.